എസ്എൽപുരം തോപ്പുവിളി തത്വമസി മരണാനന്തര സഹായ സമിതിയുടെ പൊതുയോഗം നടന്നു. കെ കുമാരൻ പേനാൻ പാലിയേറ്റീവ് കെയർ സൊസൈറ്റി ചെയർമാൻ എസ് രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. എസ്എൽപുരം തോപ്പുവിളി തത്വമസി മരണാനന്തര സഹായ സമിതിയുടെ പ്രഥമ പൊതുയോഗം നടന്നു. ആതുര സേവന രംഗത്ത് മാതൃകയായി നിൽക്കുന്ന കെ കുമാരൻ പാലിയേറ്റീവ് സൊസൈറ്റി ചെയർമാൻ എസ് രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. സഹായ സമിതി പ്രസിഡന്റ് ടി.കെ. പ്രസന്നൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി ജി. അശോകൻ സ്വാഗതവും ബേബി ഗുരുകൃപ നന്ദിയും പറഞ്ഞു. എം.പി. രാജപ്പക്കുറുപ്പ്, ഡി. ലാൽ എന്നിവർ സംസാരിച്ചു. സംഘത്തിന്റെ ബൈല മനോജ് വി. ചെട്ടിയാർ അവതരിപ്പിച്ചു. ഇതൊരു മരണാനന്തര സഹായ സമിതി മാത്രമല്ല. ഇപ്പോൾ നേരത്തെ ഇവിടെ അവസാനം ആമുഖത്തിൽ പറഞ്ഞ പോലെ തന്നെ നമുക്കിപ്പോൾ ഒരു മരണസഹായം എന്ന് പറയുന്നത് ഇപ്പോൾ പല SNDP, NSS അതുപോലെ മറ്റ് ചരമസഹായ സംഘങ്ങളെല്ലാം ഇപ്പോൾ ഈ പ്രദേശത്ത് ചരമസഹായങ്ങളില്ല, പക്ഷെ മറ്റ് പല സംഘടനകളുണ്ട്. പക്ഷെ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ജാതി മത രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരെയും കൂട്ടിയണക്കിക്കൊണ്ട് നേരത്തെ പറഞ്ഞതാണ് എൻ്റെ സാരാംശം എന്ന് പറയുന്നത്. കാര്യം ഇതൊരു കേവലം ആർക്കെങ്കിലും സഹായം കൊടുക്കുക മാത്രമല്ല, എല്ലാവരുടെയും കൂട്ടായിട്ടുള്ള ഒരിടപെടലും ആ ഒരു എല്ലാവരുടെയും സഹായമൊക്കെ വരുമ്പോഴാണ് ഇത് കൂടുതൽ ശക്തമായി അല്ലെങ്കിൽ നമ്മുടെ അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യത്തിലേക്ക് വരുന്നത്. ഒരു വീട്ടിൽ 224 അംഗങ്ങളുള്ള ഒരു സംഘമാണ്. ഒരു വീട്ടിൽ ഒരു മരണമുണ്ടായാൽ നേരത്തെ സൂചിപ്പിച്ച പോലെ 223 കുടുംബങ്ങളിലെ അംഗങ്ങളും അല്ലെങ്കിൽ 201 കുടുംബങ്ങളിലെ അംഗങ്ങളാണ് പങ്കെടുക്കുക എന്ന് പറഞ്ഞാൽ 124 അംഗങ്ങളെ പങ്കെടുക്കുക എന്ന് പറയാൻ നിസ്സാരമല്ല. അതാണ് ഒരു വലിയ കാര്യം എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ബൈലായിൽ പറഞ്ഞിട്ടുള്ളത് ആ വിദ്യാഭ്യാസ സഹായം, മറ്റ് ഒരുപാട് സഹായങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം നമുക്ക് പ്രാവർത്തികമാക്കി നല്ല നിലയിലേക്ക് നമുക്ക് കൊണ്ടുപോകാൻ കഴിയണം. അതിൽ ഏറ്റവും പ്രത്യേകതയായി ഞാൻ കണ്ടത് ആ പൈലക്കകത്ത് കണ്ട ഒരു പ്രധാനപ്പെട്ട ഒന്നെന്ന് പറയുന്നത് ഈ സമിതിയുടെ കാലാവധി 2 വർഷമാണ്, 2 ടേമാണ്. അതൊരു വലിയ കാര്യമാണ്. കാര്യം പുതിയ ആൾക്കാർ 2 ടേമാണ്. അത് ഇപ്പോൾ നമ്മുടെ സഹകരണ സംഘ നിയമം അനുസരിച്ച് ഇപ്പോൾ 2 ടേമാണ്. ഇപ്പോൾ ഗവൺമെൻറ് തന്നെ ഒരു സഹകരണ സംഘങ്ങളിലെ അംഗങ്ങളെ 2 ടേമായി ചുരുക്കിയിരിക്കുക. അതൊരു വലിയ കാര്യമാണ്. കാര്യം എന്ന് പറഞ്ഞാൽ മാറി മാറി ഇപ്പോൾ ഇരിക്കുന്നവർ തന്നെ ഇരിക്കണ്ട, അവർ ചിലപ്പോൾ നല്ല പ്രവർത്തകരായിരിക്കാം. അപ്പോൾ അതുകൊണ്ട് 2 ടേം കഴിയുമ്പോൾ വീണ്ടും പുതിയ ആൾക്കാരെ ഭരണസമിതിയിലേക്ക് വരിക, അതിൻ്റെ ഭാരവാഹിത്വം ഏറ്റെടുക്കുക. അപ്പോൾ അതൊരു നല്ല കാര്യമാണ്. ആ ഭരണഘടന വിളിച്ചേർത്തിട്ടുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. ഒരുപാട് കാര്യങ്ങൾ ആ ഭരണഘടനയിൽ എഴുതി ചേർക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഇവിടെ വായിക്കും. അപ്പോൾ അത്തരത്തിലേക്ക് വലിയൊരു നമ്മുടെ നാടിൻ്റെ നന്മയ്ക്ക് ഉതകുന്ന തരത്തിലുള്ള ഒരു സഹായമാണ് തത്വമസി എന്ന തരത്തിൽ രൂപീകരിച്ചത്.